നിരൂപക പ്രേക്ഷക പ്രശംസക്കൊപ്പം ബോക്സ് ഓഫീസ് വിജയവും നേടിയ മാരി സെൽവരാജ് ചിത്രം മാമന്നനു ശേഷം വടിവേലുവും ഫഹദ് ഫാസിലും ഒന്നിക്കുന്ന ചിത്രമാണ് മാരീശൻ. വി കൃഷ്ണമൂർത്തി തിരക്കഥ എഴുതി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന ഒരു കോമഡി ത്രില്ലർ സിനിമയുടെ പ്രതീതി ജനിപ്പിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഫഹദിന്റെ ദയ എന്ന കഥാപാത്രവും വടിവേലുവിന്റെ വേലായുധ പിള്ള എന്ന കഥാപാത്രവും ചേർന്ന് നടത്തുന്ന ബൈക്ക് യാത്രയിലൂടെ കഥ പുരോഗമിക്കുമ്പോൾ ഒരു റോഡ് മൂവിയുടെയും ഇമോഷണൽ ഡ്രാമയുടെയും ഛായയാണ് സിനിമയ്ക്ക്. ഇടവേളയ്ക്ക് ശേഷം വിശ്വരൂപം പുറത്തെടുക്കുന്ന മാരീശൻ ഒരു പ്രതികാര ജ്വാലയുള്ള ഒരു കുറ്റാന്വേഷണ ത്രില്ലറായി മാറുന്നുണ്ട്. ചെറുകിട മോഷണങ്ങളുമായി ജീവിക്കുന്ന ദയ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. പഴയ ശീലങ്ങളൊന്നും മാറ്റാൻ അയാൾ തയ്യാറല്ല. ഫോണും ബൈക്കും ഒക്കെ മോഷ്ടിച്ച് അയാൾ പതിവ് തുടരുന്നുണ്ട്. ചില വീടുകൾ തന്നെ മാടി വിളിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ വിളിക്കുന്ന വീടുകളിൽ മാത്രമേ താൻ മോഷണത്തിനായി തിരഞ്ഞെടുക്കാറുള്ളൂ. ഇതാണ് ദയയുടെ ഫിലോസഫി. അങ്ങനെ തനിക്ക് ക്ഷണം ലഭിച്ചൊരു വീട്ടിലേക്ക് ഭവനഭേദനത്തിനായി ഇറങ്ങുമ്പോഴാണ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു വയോധികൻ ദയയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അൽസൈമേഴ്സ് രോഗിയായ തന്നെ മകൻ ചങ്ങലക്കിട്ടിരിക്കുകയാണെന്നും തടവിൽ നിന്ന് രക്ഷിച്ചാൽ അക്കൗണ്ടിലുള്ള പണം നൽകാമെന്നും വയോധികൻ ഉറപ്പു നൽകുന്നുണ്ട്. വീട്ടിൽ പണമൊന്നും സൂക്ഷിച്ചിട്ടില്ല, ബാങ്കിലാണ് പണമെന്ന വയോധികന്റെ വാക്കുകൾക്ക് ആദ്യം ചെവി കൊടുക്കാതെ ഇരിക്കുന്ന ദയ പിന്നീട് അത് ബോധ്യപ്പെടുമ്പോൾ അയാളെ മോചിപ്പിക്കുന്നു. ഒരു ദിവസം ATM വഴി പിൻവലിക്കാവുന്ന പരമാവധി തുകയായ 25,000 രൂപ വാങ്ങി മടങ്ങാനായിരുന്നു ദയയുടെ തീരുമാനം. എന്നാൽ ATM സ്ക്രീനിൽ തെളിയുന്ന വേലായുധ പിള്ളയുടെ ബാങ്ക് ബാലൻസ് തുകയായ 25 ലക്ഷത്തിൽ അയാളുടെ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ട്. തന്ത്രപരമായി ആ പണം വയോധികനിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. മറവി രോഗമുള്ള വേലായുധൻ ATM പിൻ നമ്പർ മറക്കുന്നതോടെ ദയയുടെ ദൗത്യം പ്രതിസന്ധിയിലാകുന്നുമുണ്ട്. സുഹൃത്തിന്റെ സഹായത്തോടെ അയാൾ പല പദ്ധതികളും തയ്യാറാക്കുന്നു. തമിഴ്നാട്ടിലെ നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും നടത്തുന്ന RX100 ബൈക്ക് യാത്രയിലൂടെയാണ് സിനിമയുടെ ആദ്യ പകുതി പുരോഗമിക്കുന്നത്. പണം അപഹരിക്കലാണ് ലക്ഷ്യമെങ്കിലും അറിയാതെ വേലായുധ പിള്ളയോട് ഒരു ആത്മബന്ധം രൂപപ്പെടുന്നുണ്ട് ദയയുടെ മനസ്സിൽ. ആകാശത്ത് പറന്നു നടക്കുന്ന കൊക്കിന് ഭക്ഷണമാകുന്നത് ജലാശയങ്ങൾക്കിടയിൽ അധിവസിക്കുന്ന മത്സ്യങ്ങളാകുന്നത് പോലെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരും നമ്മളും തമ്മിൽ അദൃശ്യമായ എന്തോ ബന്ധം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ദയ. എന്താകും ദയയെയും വേലായുധനെയും ബന്ധിപ്പിക്കുന്ന ഘടകം? അതിനുള്ള ഉത്തരം തേടുകയാണ് രണ്ടാം പകുതി. ഹാസ്യവേഷങ്ങളിൽ നിന്ന് ഗൗരവമുള്ള സ്വഭാവ വേഷങ്ങളിലേക്ക് ചുവടുമാറ്റിയ വടിവേലുവിന്റെ മികവാർന്ന പ്രകടനം കൊണ്ടും ഫഹദ് ഫാസിലിന്റെ സ്വതസിദ്ധമായ അനായാസമായ വേഷപകർച്ച കൊണ്ടും പ്രേക്ഷകരെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആദ്യ പകുതി അവസാനിക്കുന്നത്. കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പറഞ്ഞു പഴകിയ കഥയും കഥാസന്ദർഭങ്ങളും തന്നെ. ശിശുപീഡനങ്ങളും നീതി നിഷേധവും സ്വയം രക്ഷകനായി അവതരിപ്പിക്കുന്ന നായകനുമെല്ലാമായി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വിളമ്പുക മാത്രമാണ് മാരീശനും ചെയ്യുന്നത്. വേലായുധ പിള്ള പറയാതെയോ പങ്കുവെക്കാതെയോ അയാളുടെ മനസ്സിന്റെയും ATM കാർഡിന്റെയും പാസ്വേഡ് ദയ കണ്ടെടുക്കുന്ന ഹൃദ്യമായ രംഗത്തോടെയാണ് മാരീശൻ തിരശ്ശീല താഴ്ത്തുന്നത്.